വിദ്യ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. 2ാം വർഷത്തെ പഠനം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. അവൾ സുന്ദരിയും പഠിക്കാൻ മിടുക്കിയുമായിരുന്നു. കഴിഞ്ഞ 2 വർഷവും യാതൊരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ ഒഴിഞ്ഞുമാറി കഴിയുകയായിരുന്നു അവൾ. 5ാമത്തെ സെമസ്റ്ററിൽ പഠിപ്പിക്കാൻ വന്ന കല ടീച്ചർ വിദ്യയുടെ ഉള്ളിൽ മറഞ്ഞുകിടന്നിരുന്ന കഴിവുകളെ വെളിയിൽ കൊണ്ടുവരുവാൻ അവളെ സഹായിച്ചു. മലയാളം തെറ്റാതെ ഭംഗിയോടെ വായിക്കാൻ അവൾക്കുണ്ടായിരുന്ന കഴിവ് കണ്ടുപിടിച്ച് കോളേജിൽ നടക്കുന്ന പരിപാടികളിൽ ആങ്കറിംഗ് ചെയ്യാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. ആ പട്ടണത്തിൽ ഒരു സിനിമാ കമ്പനിയിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഇവളുടെ കഴിവ് അറിഞ്ഞിട്ട് അവൾക്ക് ഡബ്ബിങ്ങിൽ ഒരവസരം കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ ഒരു ദിവസം സ്റ്റുഡിയോയിലേക്ക് ചെന്നപ്പോൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കുന്ന ഒരാൾ വിദ്യയെ കണ്ട് തന്റെ അടുത്ത ഫിലിമിലേക്ക് അവളെ ക്ഷണിച്ചു. ഇന്ന് അനേകരും തങ്ങൾക്കുള്ള കഴിവുകളെ മനസ്സിലാക്കാതെ വിട്ടുകളയുന്നു. ചിലപ്പോൾ അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയാലും തങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് ചിന്തിച്ച് തന്നെത്താൻ ഒതുങ്ങി ജീവിക്കുന്നു. നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന സാത്താനും നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താൻ സമ്മതിക്കാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിനക്കതിനുള്ള കഴിവേയില്ല, നീ തെറ്റ് ചെയ്തവൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവൻ, നിനക്ക് ആർക്കും ഉപകാരം ചെയ്യുവാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മെ ചതിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് ഉള്ള കഴിവുകളെ എന്താണെന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തുമോ? ഇന്ന് എത്രയോ ആളുകൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അല്പസമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ സാധിക്കുമെങ്കിൽ അതെത്ര നല്ലത്. എനിക്ക് ഒരു താലന്തുമില്ല എന്ന് ആർക്കും പറയുവാൻ സാധിക്കില്ല. എല്ലാവർക്കും ഓരോരോ കഴിവുകളും താലന്തുകളുമുണ്ട്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് എന്ന് വചനവും നമ്മോട് പറയുന്നു.